അനുദിന അനുഗ്രഹ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ശിരസ് നമിച്ച് ആശീർവാദവും അനുഗ്രഹവും പ്രാപിക്കാം. ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവെ, എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധി, കഴിവ്, വിദ്യാഭ്യാസം, ആരോഗ്യം അങ്ങനെയുള്ള ഞങ്ങളുടെ യോഗ്യതകളുടെ അപ്പുറത്ത് നടക്കാത്ത കാര്യങ്ങൾ നടക്കരുതെന്ന്, അതില്ലെങ്കിൽ ഞങ്ങൾ തുലഞ്ഞു പോകണമെന്നല്ല നീ ആഗ്രഹിക്കുന്നത്. നിന്റെ അനന്തമായ സ്നേഹത്താൽ നീ കണ്ടുപിടിച്ച ഒരു ഫോർമുല, സൂത്രവാക്യമാണ് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് നിൻ്റെ ബുദ്ധിയിൽ നിന്ന്, കർത്താവിൻ്റെ ഡിവൈൻ ഇൻ്റലിജൻസിൽ വന്നതാണ്. എന്താണ്? യോഗ്യതയില്ലെങ്കിലും കർത്താവിൻ്റെ ഒരു പ്രൊവിഷൻ ഇട്ടിരിക്കുക സാധ്യത. എന്താണ്? കർത്താവിൻ്റെ കൃപ. കർത്താവ്, ആ കൃപയാൽ ഞങ്ങളെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ആ കൃപ നീ വഴിയാൽ ഉണ്ടായെന്ന് ഞങ്ങൾക്കറിയാം. കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. മോശ വഴി നിയമങ്ങൾ നൽകപ്പെട്ടു, വചനങ്ങൾ നൽകപ്പെട്ടപ്പോഴേ കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. വെളിപാടിൻ്റെ വചനങ്ങളും അതുപോലെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയപ്രസാദമായ കൃപയും ഉണ്ടായത്, പിതാവ് പ്രസാദിച്ചത് യേശുക്രിസ്തുവിൻ്റെ ബലിയിലാണ്. അതുകൊണ്ടാണ് ഇവരെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവന് ഞാൻ എത്രയും പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് കൃപയെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രസാദം. ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. കർത്താവിൻ്റെ ബലിയിലാണ് പ്രസാദം വരുന്നതും കൃപ വരുന്നത്. അതാണ് കൃപയെന്ന് പറയുന്നത്. അപ്പം ആര് കർത്താവിൻ്റെ ബലിയോട് അനുബന്ധിച്ചുകൊണ്ട് അതിൽ നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിക്കുന്നുവോ, നമ്മുടെ പാപത്തിന് ക്ഷമ അന്വേഷിക്കുന്നുവോ, ആര് കർത്താവിൻ്റെ ബലിയോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് തേജോജ്വലമായ സുവിശേഷ സാക്ഷ്യമായിട്ട് ജീവിക്കുന്നുവോ, അവിടെ മേലെല്ലാം ഈ കൃപയുണ്ടാകും. എന്തൊരു വലിയ സന്ദേശമാണ് കർത്താവ് നമുക്ക് നൽകണത്. കർത്താവ് നിൻ്റെ കൃപയാൽ അങ്ങയുടെ മക്കളെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞു പിള്ളേരെ കാണിച്ചു തരുന്നുണ്ട്. ചിലപ്പോൾ അവർ ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത വിധത്തിലുള്ള രോഗങ്ങളുള്ളവരാകാം. കുഞ്ഞു പിള്ളേരെ കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് 4ാം ക്ലാസ് 3ാം ക്ലാസ്സിലെ കുട്ടികളെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടെ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുഞ്ഞു പിള്ളേരുടെ അമ്മമാർ രോഗികളായിട്ട് ആശുപത്രിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോ ആ അമ്മ എഴുന്നേറ്റ് വന്നിട്ട് വേണേൽ കുഞ്ഞിന് ചോറ് കിട്ടാനും ഭക്ഷണം കൊടുക്കാനും സ്നേഹം കിട്ടാനും അവനെ ശ്രദ്ധിച്ചും ലാളിച്ചും വളർത്തി കൊണ്ടുവരാൻ അമ്മമാരെ എല്ലാവരും നീ ആസ്വദിക്കണം. കർത്താവ്, 10ാം ക്ലാസ്സിന് താഴെയുള്ള അമ്മമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഭാവിയുടെ തലമുറ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനവും കുടുംബത്തിൻ്റെ തൂണുമായി വളരേണ്ട കുഞ്ഞുങ്ങൾ, അവർ വാടിപ്പോകാതിരിക്കാൻ അമ്മയുടെയും അപ്പൻ്റെയും കരങ്ങൾ അവർക്ക് വേണം. അത് കർത്താവ്, വിവാഹബന്ധം വേർപെടാൻ പോകുന്ന സ്വന്തം വൈകാരിക ഭ്രാന്തിൻ്റെ പേരിലും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ മാനസിക പക്വതയില്ലാത്തതിൻ്റെ പേരിലും ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളെ വഴിയാതരാക്കാൻ അകന്നു പോകുന്ന ക്രൂരകൃത്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ ഇതുപോലെ അവരുടെ ബാല്യത്തെ കൊല ചെയ്യുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകണം. അവർക്ക് അവരുടെ മാനസാന്തരം ഉണ്ടായ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അല്പം ചില അമ്മമാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പന്മാരൊക്കെ ആ മക്കളെ ഓർത്താണെന്ന്. സത്യമാണ്. മക്കളെ ഓർത്ത് ത്യാഗം അനുഭവിച്ച് കുടുംബത്തിൻ്റെ ത്യാഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിശബ്ദമായി സാക്ഷ്യമായി പോകുന്ന എല്ലാവരെയും ഞാൻ ആസ്വദിക്കുന്നു. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സമ്പത്താകുന്ന കൃപയാൽ നിങ്ങളുടെ ഹൃദയവും മനസ്സും ആത്മാവും നിറയട്ടെ. കർത്താവ്, നിങ്ങളെല്ലാത്തിനും അതിജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ കർത്താവിനോട് പറയുമ്പോൾ കർത്താവിൻ്റെ സഹനത ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവ് നിന്നെ ബലപ്പെടുത്തട്ടെ. എൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ കൃപാസനം നടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയിലൂടെ നിൻ്റെ ജീവിതം ബലപ്പെടട്ടെ. നീ ആശ്രയം വെച്ചിരിക്കുന്നത് ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിത പ്രവർത്തനങ്ങളുടെ സുവിശേഷ സാക്ഷ്യങ്ങളുടെയും ഉപപ്രവർത്തനങ്ങളുടെയും നീ ദൈവപൈതലെ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം കൊണ്ടാവട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ തിരുരക്തത്തെ അഭിഷിക്തയാകട്ടെ.
കർത്താവ് എല്ലാ ഏത് മേഖലയാണോ നീ തകർന്നു കിടക്കുന്നത്, ഏത് മേഖലയാണോ നിനക്ക് സഹായം വേണ്ടത്, ഏത് മേഖലയാണോ നിന്നെ ചേർത്ത് നിർത്തേണ്ടത്, ഏത് മേഖലയാണോ നിന്നെ താങ്ങിയെടുക്കേണ്ടത്, ആ മേഖലയിൽ പരിശുദ്ധ അമ്മ ദൈവമാതാവ് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം, ചലനമറ്റ തിരുശരീരം പോലും കുരിശിൽ നിന്നെടുത്ത് താങ്ങിയെടുത്ത് മടിക്കിടത്തിയവളുടെ കൈകളിലേക്ക് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ ശക്തിപ്പെടുക, നിങ്ങൾ അതിജീവിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങൾ ആവശ്യിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കുവാമേ.